ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമയായിട്ട് എത്തിയ സിനിമയാണല്ലോ ബ്രഹ്മയുഗം. മമ്മൂട്ടിയെ പ്രധാന റോളിലെത്തിച്ച് രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ 5-ാം ദിവസത്തെ കേരള കളക്ഷൻ, 5 ദിവസത്തെ ആകെ കേരള കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച പ്രതീക്ഷിച്ചതുപോലെ 1.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച കളക്ഷൻ വെച്ച് ഏകദേശം 50%-ലധികം ഇടിവ് തിങ്കളാഴ്ച കളക്ഷനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മികച്ചൊരു ഗ്രോസ് കളക്ഷൻ 1,65,00,000 എന്ന ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ മികച്ചൊരു തിങ്കളാഴ്ച ദിവസമായിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് മാറിയിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 5 ദിവസത്തെ ആകെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 13,50,00,000 രൂപയാണ്. ആദ്യ ദിവസം 3,05,00,000, രണ്ടാം ദിവസം 2,40,00,000, മൂന്നാം ദിവസം ശനിയാഴ്ച 3 കോടി, നാലാം ദിവസം 3,40,00,000, ഞായറാഴ്ച ദിവസം മാത്രം നേടിയെടുത്ത സിനിമയാണ് ഇപ്പോഴത്തെ 5-ാം ദിവസം 1,65,00,000 ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡിന് ശേഷമുള്ള ആദ്യ വർക്കിംഗ് ദിവസത്തിലും നല്ലൊരു ഹോൾഡ് കേരളത്തിൽ സിനിമയ്ക്ക് നിലനിർത്താനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതേ ട്രെൻഡ് സിനിമയ്ക്ക് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. കേരള ബോക്സ് ഓഫീസിൽ 5 ദിവസങ്ങൾ കൊണ്ട് 13,50,00,000 എത്തപ്പെട്ട സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം ആവറേജ് 7 കോടി രൂപ കളക്ഷൻ നേടിയെടുത്ത സിനിമ 5 ദിവസങ്ങൾ കൊണ്ട് 35 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമ്പോൾ മികച്ചൊരു തുടക്കം ഈ പരീക്ഷണ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 50 കോടിയെല്ലാം തന്നെ നേരത്തെ തന്നെ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം. ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് എല്ലാം തന്നെ നോക്കുമ്പോൾ ഈ വെള്ളിയാഴ്ചയോടെ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും വമ്പൻ കളക്ഷൻ വരുന്നതോടെ ഏത് ലെവലിലേക്ക് സിനിമയുടെ ഫൈനൽ കളക്ഷൻ പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ. വൈനോട്ട് സ്റ്റുഡിയോസ് നിർമ്മിച്ച ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് ബ്രഹ്മയുഗം വാർത്തകൾ കേട്ട്